അഭിനയം ഒരു ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുവാണ്. തീർന്നിട്ടില്ല. നമ്മൾ പഠിത്തം തീർന്നിട്ടില്ല ഇപ്പോഴും, അല്ലേ എന്ന് വേണ്ട പറയാൻ. അഭിനയത്തിൻ്റെ പഠിത്തം തീർന്നിട്ടില്ല. എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പ്രൊഡ്യൂസറെ എൻ്റെ ലൈനുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കയറിയിട്ട് ഓടി വന്ന സിനിമയിലേക്ക് വന്ന ആളല്ല ഞാൻ. എൻ്റെ മേഖല നാടകമായിരുന്നുകൊണ്ട് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റീച്ചിലുള്ള സിനിമ ആയിരുന്നില്ല സിനിമ. അതുകൊണ്ട് അതിനെപ്പറ്റി മോഹിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയാവുന്ന മോഹമൊന്നുമില്ലല്ലോ, നമ്മുടെ റീച്ചിലല്ല. അതുപോലത്തെ എൻ്റെ റീച്ചിലല്ലാത്ത മദിരാശിയിലായിരുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ അഭിനയിക്കുന്നത് ഞാൻ മോഹിച്ചിട്ടില്ല. പക്ഷേ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് റേഡിയോ നാടകമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസം എൻ്റെ മുമ്പിലേക്ക് വന്ന് പെടുകയാണ് ഈ സിനിമ. തെക്കൊടിയായിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണെന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അങ്ങനെയാണ് ഉത്തരായനം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. സിനിമ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മോഹത്തോടെ കാത്തിരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് വേണം നസീർ സാറിൻ്റെ പിന്നാലെ ആൾ കൂടുമ്പോൾ എൻ്റെ പിന്നാലെ ആൾ കൊണ്ടിരിക്കുന്ന പ്രമായിട്ട് നടക്കാമെന്നാണ്. ഒരാളും എന്നെ തിരിച്ചറിഞ്ഞില്ല. ഇതാണ് ഇപ്പം അങ്ങേരുടെ അവസ്ഥ കേട്ടോ. അത് ഞാൻ പറഞ്ഞ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചക്രക്കുളത്തിൽ കൈയിട്ടവരെയായി പോയി. എങ്ങനെയെങ്കിലും എന്നെ 4 പേര് അറിയണമെന്നൊരു മോഹമായി. കാരണം ഈ സിനിമ ഒന്ന് വിട്ടു പോകാൻ പറ്റില്ലെന്നായി. മാത്രമല്ല എനിക്കൊരു ധൈര്യം കിട്ടി, ഇത് എനിക്ക് പറ്റുന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ പിന്നെ എന്തൊരു വഴിയെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പടം എടുക്കാമെന്നാണ്. അങ്ങനെ കാശ് മുടക്കി പടം എടുത്ത് വെറുതെ നൂലിൽ കെട്ടിയിറക്കിയ ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് കാശെടുത്ത് പടം എടുത്ത് വന്ന ആളാണ്. അപ്പോൾ അയാൾ ഈ സിനിമയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണമല്ലോ മദിരാശിയിൽ. അത് മേടിച്ച് പോയിട്ട് അവിടെ ചെന്ന് ഈ മൂപ്പിൽ എന്നെ വിളിക്കുക, ചേട്ടാ സെൻസർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ സന്തോഷം. അപ്പം വെച്ചാൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചോളം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഭംഗിയുള്ളത് കാരണം ഞാൻ ആ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ അകത്ത്. ഇല്ല. അപ്പം പിന്നെ അതിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട യു കിട്ടിയെന്നായിരിക്കണമല്ലോ. അപ്പോൾ അതായിരിക്കും വെക്കുവാറും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഇത്ര വലിയ സന്തോഷത്തിൻ്റെ കാരണം? അതിന് സന്തോഷത്തിൻ്റെ കാരണം എന്താ അറിയോ? ഞാനത് നല്ലോണം എൻ്റെ ഉള്ളിൽ കയറിയൊരു സംഭവമായ സംഗതി. അത് കറക്റ്റാണെന്ന് ഞാൻ 101% പറയുന്ന ആളാണ്. അതായത് ഇങ്ങനെ അകത്ത് വിളിച്ചു മറ്റേ പടം കണ്ട ആൾക്കാർ, ആ പ്രൊഡ്യൂസറെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറെ ഒന്ന് അപ്പോൾ ഇയാൾ പേടിച്ചു. കാരണം എന്നുവെച്ചാൽ ആദ്യത്തായിട്ട് ചെല്ലല്ലേ ഇപ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ അടുത്തേക്ക് എന്തൊക്കെ കട്ട് ചെയ്യാൻ പറയാമോ എന്നുള്ള പേടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അകത്ത് ചെന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വളരെ സൈലൻ്റായിട്ട് എല്ലാവരും ഇരുന്ന് ഇയാളെ നോക്കി. ഈ പടത്തിൽ അഭിനയിച്ചു അല്ലേ, ഒരു അല്ല ലഡു പൊട്ടുകയാണ് മനസ്സിൻ്റെ അകത്ത് കിടന്നിട്ട്. അതായത് എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഇത് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് എനിക്കുണ്ടായ അനുഭവമായിട്ട് എനിക്ക് വളരെ മനസ്സിലാവുക എന്താണെന്നുള്ളത്. അത് സന്തോഷമായിട്ട് ഞാൻ ഈ 50 കൊല്ലം നിന്ന പോലെ ഒരു 150 കൊല്ലം പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞു കേട്ടോ. അത്തരം ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ തന്നെ ഉണ്ടാകും. അല്ലേ ചേച്ചി? അല്ല, ഇവരൊക്കെ അത്രയും സീനിയർ ആളുകളാണ് പറയുന്നത്. പുള്ളിയുടെ അനുഭവം തന്നെ നിങ്ങളുടെ അനുഭവം. സിനിമ എടുത്തു, സെൻസർ ബോർഡിൽ തിരിച്ചറിഞ്ഞു, ഈ പടം കഴിയുമ്പോൾ വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടേ ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഭാഗ്യം കയറി കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം എനിക്കുണ്ടാകും വലിയൊരു മഹാഭാഗ്യം. കാരണം വെച്ചാൽ 3 ദിവസമാണ് ഈ ഉർവശി ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. വേണ്ടിയിട്ട് എനിക്കറിയില്ല അകത്തിലേക്ക് ഇരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു 10-16 ഇൻ്റർവ്യൂ കൊടുത്തു ഞാൻ അറിഞ്ഞു. അപ്പം എന്തായിരിക്കും കാരണം? വേറൊരു കാരണം ഉണ്ടാവില്ല. ആ മനുഷ്യനോട് തോന്നിയിട്ടുള്ള ഒരു സഹോദരനെ പോലെ കണക്കാക്കാൻ അങ്ങനെ പെരുമാറ്റം അല്ലേ, അതാണ് അതിൻ്റെ ഒരു ഫലം അതിന് കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇന്നലെ ഇവിടെ വന്നിട്ട് ഇന്ന് ഇൻ്റർവ്യൂ ഇപ്പം സമയം എത്രയായിരുന്നു? 2:15 ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചേച്ചി ഇവിടെ കുറേ ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി സിനിമയ്ക്ക് ഇരുന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മനസ്സുകൊണ്ട് അടുക്കാതെ ചേച്ചി ഇരിക്കില്ല. ആ സിനിമയോടുള്ള ഇഷ്ടവും ഞാൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് കൊള്ളാം എന്ന് തോന്നുന്നു ചെയ്യുമ്പോഴാണ് ചേച്ചി കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ ചേച്ചി? അതാണല്ലോ ഈ സിനിമയ്ക്ക് കാണുന്നത്. അത് മാത്രമല്ല, അതും ഒരു പ്രധാന കാരണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഒരു പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ബഡ്ജറ്റ് കൂടിയാലും ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റിലൊന്നും ആ കാര്യം ഒന്നും അറിയിക്കാതെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ പൈസ കൃത്യസമയത്ത് കൊടുക്കുക.
അതുപോലെ ടെക്നീഷ്യൻസിൻ്റെ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളോടല്ലേ പലരും പറയുന്നത്, കുറേ ദിവസമായിട്ട് പൈസ വെച്ച് തരുന്നതേ ഇല്ല, വന്നിട്ട് ഇത്രയും ദിവസമായി, ഇങ്ങനെ പരാതികൾ വരുമല്ലോ. പലർക്കും ഈ ടെക്നീഷ്യൻ സൈഡ് പലർക്കും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഒരു മുഖം കറുപ്പിച്ച് ഒരിക്കലും സാഗർ സംസാരിച്ചിട്ടില്ല. സാഗറിൻ്റെ കൂടെയുള്ളവരുടെ സഹോദരങ്ങൾ രണ്ടുപേരും ഇന്നേ വരെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് വല്ലതും നടക്കുന്നുണ്ടോ ചേച്ചി എവിടെയും ചോദിച്ചിട്ടില്ല. പൂജയുടെ അന്ന് കണ്ടതാ അവരെ. അപ്പോൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള അവർ 3 പേരും അത് ഈ പ്രൊഡക്ഷൻ നിലനിൽക്കണം എന്ന് ഹൃദയപൂർവ്വം തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം കൂടുതൽ നന്നാകണം. എത്രയോ പേരുടെ ജീവിതമാർഗ്ഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാന കാരണം. തീർച്ചയായിട്ടും കുറേ അമ്മവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അമ്മവേഷങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അമ്മവേഷം എന്ന് ഇതിലേക്ക് പ്രേക്ഷകർ മുമ്പിലേക്ക് പറയാൻ എന്തായിരിക്കും ഉള്ളത്? അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേഷമല്ലല്ലോ. അത് ജീവിതത്തിൻ്റെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. അത് ആ ഇതിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്താണ്, ആ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പ്രധാനം. അതിനവർക്ക് അമ്മയാകാം, ഭാര്യയാകാം, ആ കുടുംബത്തിലെ അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെയാണ് ഒരു സ്ത്രീ. പക്ഷെ ഇവരെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമയുടെ കാര്യമാകുന്നുണ്ടോ, കാരണമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കഥ ഫിനിഷ് ചെയ്യാനൊരു കാരണമാകുന്നുണ്ടോ, ഇതൊക്കെ എല്ലാവരും ക്യാരക്ടറിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംഗതികൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ടീച്ചറിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു നിസ്സാരമായ ഒരു സംഭവം കേസാവുകയും അത് ഇവരുടെ ജീവിതം ഇല്ലാതാക്കുകയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരെ ഇത് ബാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ കഥയാവുകയാണല്ലോ. അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടറിനുണ്ട്. പിന്നെ ചെറിയ ഹ്യൂമറുണ്ട്, അത്യാവശ്യം ആൾക്കാർക്ക് കണ്ടിരിക്കാനുള്ള സന്തോഷമായ മൊമെൻറ്റ്സ് പലതും ഉണ്ട്. പിന്നെ ചെറിയ ഇമോഷൻസ് ഉണ്ട്. വലിയ കരഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ചെറിയ സന്തോഷങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അല്ല, ഇപ്പം ട്രെയിലറിലാണ് ഇന്ദ്രൻ ചേട്ടൻ ലാസ്റ്റ് പറയുന്ന ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഫീലാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, ഒന്നും കൂടെ കള്ളാന്ന് വിളിക്കുന്ന ഒരു സാധനം, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സാധനമായിട്ട് നമ്മൾ തോന്നുന്നത്. എന്തിനോ വേണ്ടി കളവ് നടത്തിയെന്നല്ലാതെ അതും ഇപ്പോൾ ചേച്ചി പറഞ്ഞ ഒരു നിമിഷം കൊണ്ടുവന്ന് വെക്കുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. കള്ളനെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ആവുന്നേ ഉള്ളൂ. അതെ അതാണ് പറഞ്ഞത്. അതാണ് കള്ളനെന്ന് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കക്കുന്നത് കണ്ടിട്ടില്ല. ആ പമ്പ് സെറ്റിനെ കുറിച്ചും എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഭാര്യയായിട്ട് ചെന്ന് കയറുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് 62 മുതലുള്ള പമ്പ് അവിടെ ഇരിക്കുക. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അത് പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞ് ഇന്ന ആളാണ് എന്ന് ആരൊക്കെയോ പറഞ്ഞത് വിശ്വസിച്ചു കേസായി. പക്ഷെ അത് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കോടതിക്ക് തെളിവാണ് ആവശ്യമെന്നുള്ളതും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പാവണ്ട് പറഞ്ഞാൽ പോരാ, ഒരു 100 പേര് ഒരുമിച്ച് പറഞ്ഞാലും പോരാ, കോടതിക്ക് വ്യക്തമായ തെളിവുകൾ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയും സമാനമായ രീതിയിൽ വിഷമങ്ങളും അങ്ങേരുടെ പല പ്രശ്നങ്ങളും അങ്ങേര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റം പറഞ്ഞ സ്ത്രീയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു കേസ് കാരണം പലരും പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്തരം ഒരു പ്രത്യേകത. ആരും വില്ലന്മാരില്ല ഇതിൽ, വില്ലനില്ല, സ്റ്റണ്ടില്ല, ഇടിയൊന്നുമില്ല. ആകെ വില്ലനായിരുന്ന ആളെ കൊണ്ട് വക്കീലും പിന്നെന്താ, പേര് പോലും അറിയാൻ വയ്യാത്ത ഒരാൾ ഓട്ടക്കോട്ടും കൊടുത്തു. പിന്നെ ഇപ്പൊ എന്ത് പ്രയോജനം? ഈ ഓട്ടക്കോട്ട് തന്നെ മൂപ്പര് കൂട്ടുകാരുടെ കടം വാങ്ങിയ സ്വന്തമായിട്ട് എനിക്കൊന്നും തന്നിട്ടില്ലേ മൂപ്പര്. അതിലുള്ളത് മനസ്സിലായി. കേസിലെ വക്കീലാണല്ലോ, അത്ര കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ ഈ കേസ് കഴിയുമ്പോട്ട് കൃത്യമായിട്ട് നടത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞ് വക്കീലായിപ്പോയല്ലോ. എന്തായാലും വേണമെങ്കിൽ വക്കീലിനെ മാറ്റിക്കൂടെ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. എന്താ മാറ്റാത്തെ? എൻ്റെ ഒരു തോന്നല്, വക്കീലിന്റെ പ്രശ്നം തോന്നൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും പാവം ജീവിച്ചു പോക്കോട്ടെ എന്നുള്ള നല്ല മനസ്സിലുള്ള സ്ഥിതി ആയതുകൊണ്ടാണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോട്ടോ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇത് ഈ കാണുന്നത് പറഞ്ഞത് മുഴുവൻ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ മോഷണമാണ്. എന്ത് മോഷണമാണ്? ഈ സൊസൈറ്റി എന്നുള്ള സംഗതികളുടെ ഒരു മോഷണമാണ് അതിൻ്റെ അകത്ത്. ഈ സൊസൈറ്റിയിൽ ഇല്ലാത്തൊരു സംഗതി ഇതിൻ്റെ അകത്തില്ല. എല്ലാം ഇതിൻ്റെ അകത്തുള്ളത് തന്നെയാണ്. അല്ല, അത്തരം സിനിമകൾ വരുമ്പോഴാണ് വിജയം ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനിത് പറയാൻ, ഞാനാണ് ഒരു വക്കീലാണ്, ഇത് ഞാനാണല്ലോ ഈ വക്കീല് എന്ന് ചിന്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ കഥ എഴുതി അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇത് കളവാണെന്ന് പറഞ്ഞ് വലിയൊരു വിപ്ലവമൊക്കെ ഉണ്ടാക്കി എൻ്റെ അകത്ത്. അപ്പോൾ അത് സംഭവിച്ചു, ഞാൻ കട്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ സൊസൈറ്റിയിൽ നിന്ന് കട്ടെടുത്തതാണ്. അതാ പറഞ്ഞത്. അതാണ് കൃത്യമാണ്. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു അമ്മ ഉണ്ടാകാം, ഇങ്ങനത്തെ ഒരു സാഗർ ഉണ്ടാകാം, ഇങ്ങനത്തെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ആ അഡ്വക്കേറ്റ് ഇങ്ങനെയാണല്ലോ എന്ന് പറയാൻ പറ്റും. അയ്യന്തോള് കോടതിയുടെ മുമ്പിൽ നിന്ന് കാണാം, കോട്ടയ്ക്കുള്ള വക്കീലന്മാരെ കാണാം.
എന്നാ എനിക്ക് തോന്നണേ. കാണാൻ പറ്റും. പഴയ കാലത്ത് വായിച്ചിരുന്ന ആൾക്കാർ ഇപ്പം ഞാനൊരിക്കൽ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞ് പടങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം മോനെ ഞാനിങ്ങനെ ഇപ്പം എന്താ ഭക്ഷണം കഴിക്കുന്നത് അറിയോ, ഒരു പ്ലേറ്റിൽ ഭക്ഷണം വെച്ചിട്ട് ഞാൻ കസരിട്ട് പുറത്ത് നിന്നിരുന്ന് കഴിക്കും, പഴയ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും എൻ്റെ അകത്ത്. അങ്ങനെ പല വക്കീലന്മാരുണ്ട്, പ്രത്യേകിച്ച് കേസൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആ സമയമാകുമ്പോൾ കോട്ടൊക്കെ ഇട്ട് കോടതി വരും, കയറിയിരിക്കും, നോക്കും, തിരിച്ചു മറ്റുള്ളവർ വാദിക്കണ കേട്ടിട്ടങ്ങ് കേട്ടേക്കും. അല്ലേ? അതും കുറെ കേട്ട് പഠിക്കാൻ പോണായിരിക്കാം. കേട്ട് പഠിക്കാൻ വേണ്ടി പഠിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞൊക്കെ വരാം. അതേ പ്രായമുള്ള ആളെയാണ് ഈ സിനിമയിൽ വെച്ചേക്കണോ? അതെ, അതന്നെ ഞാൻ പറഞ്ഞു. അത്രയൊക്കെ വാദിച്ചാൽ മതി, ജയിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജീവിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി. അത്യാവശ്യം വലിയ ആർഭാടൊന്നും വേണ്ട. കാലത്ത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, 2 പഴം, റോബസ്റ്റ പഴം, ഒരു കട്ടൻ ചായ മതി. ഉച്ചയ്ക്കോ? ഉച്ചക്കിലേക്ക് എന്തെങ്കിലും ഇവർ കഴിക്കുമ്പോൾ എൻ്റെ കൂടുതൽ പൊതിച്ചോറ് കൊണ്ട് തരുന്നത്, ആ പൊതിച്ചോറ്. പക്ഷെ രസകരമായിട്ടുള്ള സംഭവമാണോ, കൊറേ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. എന്താ ക്യാരക്ടർ എന്നറിയോ, ഈ കേസ് വാദിക്കാൻ വരുമ്പോ കൊണ്ടുവരുന്നത് അപ്പൊക്കെ കൊണ്ടുവന്നിട്ട് കാണുന്നവർക്ക് മുഴുവൻ കൊടുക്കുകയാണേ. കേസായിട്ട് ബന്ധപ്പെട്ടൊന്നും കേൾക്കുന്നതല്ല, അവിടെ വന്ന് കണ്ടുപരിച്ച് നോക്കി എന്നാൽ കുമ്പളപ്പം പിടിച്ചൊക്കെ കഴിച്ചോന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, വക്കീലിന്റെ സാധനം മാത്രമേ രാവിലത്തെ റോബസ്റ്റ പഴം കിട്ടിയാൽ മതി, വേറെ ആർക്കും കൊടുത്താലും വിഷയമില്ല. സാഗരി പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കുറേ സിനിമകൾ ചെയ്തു എന്ന് പറയുന്നു, ഇപ്പം ഒരു സിനിമയിലേക്ക് വരികയാണല്ലേ, ആ സിനിമ റിലീസിന് കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. അപ്പോൾ മനസ്സിൽ ഈ ഒരു സന്തോഷമല്ലേ, ഫ്ലെക്സൊക്കെ നമ്മുടെ ഫ്ലെക്സുകൾ തന്നെ, നമ്മുടെ മുഖം തന്നെ ഫ്ലെക്സിൽ വരുന്നു അല്ലേ. നമ്മളൊരു നടനായുണ്ടല്ലോ, പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു നടനും കൂടെയാണ്, നല്ലൊരു വേഷമാണ്. പ്രൊഡ്യൂസറിന് എവിടെയും പൈസ മുടക്കി ഫ്ലെക്സ് വെക്കാം, ആംഗ്ലിനകത്ത് അഭിനയിച്ചൊരു നടൻ, നല്ല വേഷം ചെയ്ത നടൻ എന്ന രീതിക്കാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? ആ സന്തോഷമാണ്, ഒരു നടൻ എന്നുള്ള രീതി സന്തോഷമാണ്. പ്രൊഡ്യൂസർ എന്ന നിലയിച്ച് സങ്കടമുണ്ട്, ഫ്ലെക്സ് അടിച്ച് പൈസ പോയല്ലോ. സന്തോഷമാണെങ്കിൽ ഇതൊന്ന് റിലീസ് ചെയ്ത് കാശ് അത് കിട്ടും. ജനങ്ങളെ തിയേറ്ററിൽ കയറി നമ്മൾ ചെയ്ത വർക്ക് അവർ കാണുമ്പോൾ, ഒരു നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർ ചെയ്യുന്ന വർക്ക് ജനങ്ങൾ കാണുമ്പോഴാണല്ലോ അവരൊരു സന്തോഷം. തീർച്ചയായിട്ടും അതല്ല നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഞാൻ ഇപ്പം ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, പല പടങ്ങളും കണ്ടിട്ടുണ്ട്, പല ഗെറ്റപ്പ് കാരണം പല ആൾക്കാർക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല. പക്ഷെ ചില സിനിമകൾ ഇറങ്ങിയിട്ടില്ല, ത്രൂ ഔട്ടായിട്ട് ചെയ്യുന്ന പല പടങ്ങളും ഇറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു സന്തോഷം. അത് നല്ലതായാലും ചീത്തയാണെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അത് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ചെയ്ത ഒരു സിനിമയിൽ ഒരു സീനാണെങ്കിലും പ്രേക്ഷകന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാൽ മതി. അതെ അതെ, അതിൻ്റെ അപ്പുറത്തേക്കൊരു നമുക്കൊരു പാസ് ഔട്ട് മാർക്കില്ല കേട്ടോ. ഒരു സീനാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാൽ അത് വലിയ കലാകാരനായി മാറുകയാണ്. അങ്ങനെയാണ് കലാകാരന്മാരുണ്ടായേക്കണം, കലാകാരിമാരുണ്ടായേക്കണം. വാശിയല്ല ഒന്നുമില്ല അല്ലേ ഋഷി? ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എത്രയോ സിനിമകൾ ചെയ്തു. ഈ പറഞ്ഞ് കറക്റ്റാണ് കേട്ടോ. എൻ്റെ തല നോക്കി ഞാൻ എത്ര ചുമരുമെന്ന് നോക്കി കാണുന്നുണ്ടെന്നറിയോ. കാണാതെ മുമ്പ് എന്ന് പറയുന്നൊരു സങ്കടം നിസ്സാരമൊന്നുമില്ല, കണ്ടു കഴിയുമ്പോഴൊരു സന്തോഷം. അതതിൻ്റെ ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റിൻ്റെ വലിയ മോഹമല്ലേ ശരിക്കും. പിന്നെ തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞതുപോലെ കുറേ നാളുകളായിട്ട് 2019 കഥ പറയുന്നു, പക്ഷെ പെട്ടെന്നായി ഈ സിനിമ ഞാൻ നോക്കിയിട്ടുണ്ട്. പെട്ടെന്നായി 2019 പറഞ്ഞിട്ട് 23 സിനിമ കഥ അന്ന് പറഞ്ഞ് കേട്ടോ ഉള്ളൂ. അതിനിപ്പോൾ സിനിമ പെട്ടെന്ന് നടന്നു എന്നുള്ളൊരു സന്തോഷം വലുതാണ് കേട്ടോ, ഒരു പുതിയ ഡയറക്ടർ എന്ന നിലയിൽ. അത് എനിക്കെടുത്തു പറയാം. എത്രയോ ഡയറക്ടർമാർ സിനിമ ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും നടക്കാൻ പറ്റാതെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചെയ്തവരുണ്ടെന്നുള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനിയൊരു സിനിമ ചെയ്യണമെങ്കിൽ ഇത് എന്തും ആയിക്കോട്ടെ, ഇദ്ദേഹത്തിനെ കൈവിട്ടിട്ട് പോവോ? ഇത് എൻ്റെ ലൈബ്രറിയിൽ കാണും. ഓക്കെ അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഈ 3 ദിവസത്തെ ഇന്റർവ്യൂകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ്. അതല്ലേ ഹൈദരാലി. അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ലൈബ്രറിയിൽ കാണുന്നു പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അത് വേണം, സിനിമയ്ക്ക് വേറെ പോവാം. അത് നമ്മൾ വന്ന വഴി നോക്കി ഇദ്ദേഹത്തിൻ്റെ ഇപ്പം അടുത്ത സിനിമ എനിക്ക് കിട്ടിയടാ എന്ന് നമ്മുടെ സുഹൃത്ത് വലയത്തിലും നീ ചെയ്യുന്ന എന്നൊരു ഈ പ്രൊഡ്യൂസറും ഈ ആക്ടറുമായ പ്രൊഡ്യൂസർ പറയുള്ളൂ എന്നുള്ള കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും ചോദിക്കുക എന്നുള്ളൊരു മര്യാദയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മാത്രമായിട്ട് അത്രയും ചോദ്യം ചോദിച്ചത്, വേറൊന്നുമല്ല. എന്തായാലും നല്ലൊരു കൂട്ടുകെട്ടിൽ തന്നെ സിനിമ. ഈ നേരത്തെ പറഞ്ഞാൽ ചേച്ചിയും ഇവരെല്ലാവരും ഉണ്ട്. മറ്റ് കഥാപാത്രം ഇന്ദ്രൻ സേട്ടനൊക്കെ കഥ പറയാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു?
ഇന്ദ്രചേട്ടൻ ഹാപ്പി ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ഉർവശി ചേച്ചി ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഇന്ദ്രചേട്ടൻ ഭയങ്കര ഹാപ്പി. പിന്നെ ഇന്ദ്രചേട്ടന് കുറച്ച് പേടിയുണ്ടായിരുന്നു, ഉർവശി ചേച്ചിയുടെ മുഴുവനുള്ള ക്യാരക്ടർ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ കഥ പലരോടും സംസാരിച്ചപ്പോഴും ഇന്ദ്രചേട്ടന് ഉർവശിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല മലയാള സിനിമയിൽ. ചേട്ടന് ഹാപ്പി, ഇന്ദ്രചേട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. ഇന്ദ്രചേട്ടനുമായിട്ട് വേറെ സിനിമ വന്നിട്ടുണ്ട്, സിനിമകൾ ചെയ്തിട്ടുണ്ട്. അന്ന് ആ ഹ്യൂമർ, ചേട്ടൻ ഹ്യൂമർ മാത്രം പിടിച്ച് ചെയ്തിരുന്ന സമയത്ത് ചില സിനിമകളിൽ ഇതിന്റെ കോമ്പിനേഷൻ പൂജ തന്നെ വലിയ വാർത്തയായതാ. നിങ്ങൾ ഒരുമിച്ച് വന്നതൊക്കെ പൂജ വലിയ വാർത്തയായിരുന്നു. ഈ ചോറ്റാനിക്കരയാന്ന് തോന്നുന്നു അല്ലേ? അമ്പലത്തില്. അല്ല, ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂണിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാർത്ത ചെയ്താണ്, അതാണ് പറഞ്ഞത്. ആ വലിയ വാർത്തയായതാണ്. അതെ അതെ അതെ. ചോറ്റാനിക്കര പൂജയ്ക്ക് ഒരു തള്ള എൻ്റെ വക ഉണ്ട് കേട്ടോ. ചോറ്റാനിക്കര പൂജയിൽ എൻ്റെ വക ഒരു തള്ളും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഞാൻ കാരണം അവിടെ ഈ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ പ്രസിഡന്റ് പഴയ ദേവസ്വം പ്രസിഡന്റ് ആണല്ലോ, പഴയ ദേവസ്വം പ്രസിഡന്റ് ആണല്ലോ. അങ്ങനെ അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് വരുന്നുള്ളത്. അതെ അതെ. അത് അങ്ങനെ ആ സമയത്ത് ചേട്ടനെ ഒരേ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ അന്ന് ആ കാലത്ത്. അതിനുശേഷം നല്ല കിടിലൻ റോളുകളുമായിട്ട് നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ചെയ്യുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ മറ്റു പടങ്ങൾക്ക് പോകുമ്പോഴും ചേച്ചിയും ഇന്ദ്രൻചേട്ടനും അല്ലേ, അത് എങ്ങനെയുണ്ടായിരുന്നു പടം, നല്ല പടമാണോ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവർക്കും അതൊരു ചേഞ്ചാണ്. അവർ രണ്ടും കൂടെ അഭിനയിക്കുന്നത് എന്തായിരിക്കും. പിന്നെ ഇത് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ രവിചേട്ടനും കുറേ നാളിന് ശേഷം കുറച്ച് എന്താ പറഞ്ഞാൽ ഒരു അതിൽ ഡെഫിനറ്റായിട്ട് ഹ്യൂമർ ഉണ്ടാവും, രവിചേട്ടൻ്റെ ക്യാരക്ടർ കൂടെ ഹ്യൂമർ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ജോണിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അല്ലാതെ ആക്ടറായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുക ഈ സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടേ. കേശുവിന്റെ ഒരു ഗസ്റ്റ് റോള് പിന്നെ ജോണി ചെയ്തു ബിഗിനിങ്, പക്ഷേ അത് എൻ്റെ കോമ്പിനേഷൻ ആയിരുന്നില്ല, ദിലീപുമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഇതാണ് ആദ്യമായിട്ട്. അപ്പം എനിക്ക് വളരെ പുതുമയാണെല്ലാം. സനൂഷ ഇത്തിരി വളർന്നതിന് ശേഷം അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. കുഞ്ഞിലെ എൻ്റെ ചെറുപ്പകാലം അവൾ അഭിനയിച്ചിട്ടുണ്ടാവും ചില സിനിമകളിൽ, പക്ഷേ ചെറുപ്പകാലമൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ എനിക്കെല്ലാം നല്ല പരിചയം അടുപ്പമുള്ള കുട്ടിയാണ് സനൂഷ. അപ്പം അങ്ങനെയെല്ലാം എനിക്ക് ഭയങ്കര പുതുമയാണ് കോമ്പിനേഷൻ. ഇവരെല്ലാവരും പുതിയ ആൾക്കാർ, അവരൊക്കെ അറിയാവുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുകയാണല്ലോ ഓരോ സിനിമ. ഈ പുതിയ ആളുകളുമായിട്ട് ഇപ്പൊ പുതിയ സംവിധായകരൊക്കെ ആയിട്ട് കൈകോർക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുമോ, ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കുമോ, പുതിയ ആളാണല്ലോ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമ്മൾ ആലോചിക്കില്ലേ? തീർച്ചയായിട്ടും ആലോചിക്കുക. അതിപ്പം ഒരാൾ മനോഹരമായിട്ട് കഥ പറഞ്ഞു എന്ന് വെച്ച് നല്ല ഡയറക്ടർ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പം അതിന് ഉദാഹരണങ്ങൾ പഴയ നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രിയൻ ചേട്ടൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഥ പറയാൻ അറിയാൻ വയ്യ. നല്ല പടമായിരിക്കും, നല്ല ക്യാരക്ടറായിരിക്കും. നമ്മൾ പക്ഷേ അത് ഇതെന്ത് ഇങ്ങനെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലല്ലോ നമുക്ക് തോന്നും. ഭദ്രേട്ടൻ വളരെ മനോഹരമായിട്ട് കഥ പറയുന്ന ആളാണ്. അത് ഓരോ കാര്യങ്ങളും അതിനകത്തുള്ള ഓരോ വസ്തുക്കളും ഡയലോഗ് പറയുന്ന രീതിയൊക്കെ പറഞ്ഞ് നമ്മൾ അന്തം വിട്ടു പോകും. ആ പടം കണ്ട പോലെ ഇരിക്കും നമുക്ക്. അങ്ങനെ ചില ഡയറക്ടേഴ്സ് ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് ഇങ്ങനെ വിവരിക്കും. ഫസ്റ്റ് ഷോട്ട് ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നത് എന്നും പറഞ്ഞ് വിവരിക്കും. പക്ഷെ അതൊന്നും അല്ല ഒരു ഡയറക്ടർ നന്നായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള മാനദണ്ഡം. ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആ മൊത്തം കഥ ഇവർ പറഞ്ഞിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് കാണുമ്പോൾ ഒരു വിശ്വാസം നമുക്ക് വരും. ഡയറക്ഷൻ എന്ന് പറയുന്ന പണ്ടത്തെ പോലെ കുറേ സിനിമകൾ ഇങ്ങനെ ക്ലാപ്പിൽ നിന്ന് തുടങ്ങി ഡയറക്ടർ ആവുന്ന ഒരു വളർച്ചയുടെ ഘട്ടത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇന്ന്. ആർട്ടിസ്റ്റിനും ഇല്ല, ചെറിയ ചെറിയ റോള്, പിന്നെ വലിയ റോൾ അങ്ങനെയും വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമ്മളും നോക്കുന്നതാണ് പ്രൊഡക്ഷൻ എങ്ങനത്തെയാണ്, മര്യാദയ്ക്ക് പടം ഇത് ലാസ്റ്റ് വരെ തീർക്കും, അങ്ങനെയൊക്കെ നോക്കും. പിന്നെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളെ നമ്മൾ പരസ്പരം വിളിച്ചു ചോദിക്കും. തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കഥ പറയുന്നത് എങ്ങനെയുണ്ട്, സെറ്റപ്പ് എങ്ങനെയുണ്ട്, വലിയ കുഴപ്പമില്ലേ, നല്ല കുഴപ്പമില്ല ചേച്ചി, അങ്ങനെയാണ്. ചിലർക്ക് അവരെ കുറച്ച് പേഴ്സണലായിട്ട് അറിയായിരിക്കും. ഒക്കെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ പുതിയ ആളുകൾ അത്രയും പരിചയവും ചേച്ചിക്കൊന്നും പോകാറില്ല. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ആർട്ടിസ്റ്റ് വിളിച്ചു ചോദിക്കുന്ന ഒരു കൃത്യമായ മറുപടി ലഭിക്കും, നമുക്ക് വിശ്വാസ്യത കൂടും. ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇന്ദ്രൻചേട്ടൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ പടത്തിന്റെ കാര്യം ഇന്ദ്രൻചേട്ടൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനിടയ്ക്കൊരു പടം, ഒരു ചെറിയ കോമ്പിനേഷൻ ഞങ്ങൾ വർക്ക് ചെയ്തു ഒരു സിനിമയിൽ. അപ്പോൾ ചേട്ടാ ആ പടം എങ്ങനെയുണ്ട്, നല്ല പടമാണ്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനിക്കും. നമ്മൾ പുതിയതായിട്ട് ആൾക്കാരെ പരിചയപ്പെടുകയും വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ അവർക്കറിയാം, അവരെ ഞങ്ങൾക്കറിയാൻ, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ മാർഗം. തീർച്ചയായിട്ടും. ടി ജി രവി എന്ന കലാകാരന്റെ സിനിമകൾ ചേച്ചി ഒത്തിരി കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടാതെ ക്രൂരൻ എന്ന് കണ്ട ഒരു സിനിമ ഏതായിരിക്കും? കുറേ സിനിമ അന്നത്തെ കാലത്ത് ക്രൂരൻ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ചേട്ടൻ. പക്ഷേ ഞാൻ വന്നതൊരു വലിയ നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ക്രൂരൻ ക്യാരക്ടർ കണ്ടതുകൊണ്ട് അത് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അളക്കുക, അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം ക്രൂരനായിരിക്കും എന്ന് വിചാരിക്കുക എന്നതിനേക്കാൾ ഉപരി
അത്തരം റോൾ ഏറ്റെടുക്കാനുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാകുന്ന ഒരു വലിയ കലാകാരൻ്റെ ആണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. അല്ല, ഗതികേട് കൊണ്ട് കിട്ടിപ്പോയതല്ല, അത് മനോഹരമാക്കാൻ അയാൾക്ക് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വില്ലനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം ശങ്കരേട്ടനെ പിടിച്ച് വില്ലനാക്കിയാൽ ശരിയാവും? നടക്കില്ല. പിന്നെ അപ്പോൾ അത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. അത് ചെയ്യാനും ഒരു 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 പ്രത്യേക ഇത് വേണം. ഒരേപോലെ ഇങ്ങനെ വില്ലൻ വന്നിരുന്ന് ഇങ്ങനെ മസിൽ പിടിച്ചാൽ മാത്രം വില്ലനാവത്തില്ല. എങ്കിൽ പിന്നെ വില്ലൻ്റെ പുറകെ ഇങ്ങനെ പടി പോലെ നിൽക്കുന്ന ഈ ഫൈറ്റേഴ്സിനെ വെച്ച് മെയിൻ വേഷം ജയിച്ചാൽ പോലെ എത്ര പേരുണ്ട് ഇതിനെക്കാട്ടി നല്ല ലുക്കുള്ളവർ. അതെ അതെ അതെ. അത് ലുക്കില്ല, ലുക്കുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. അല്ല, ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പണ്ട് നമ്മൾ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലൻ എന്ന് പറയുമ്പോൾ ഭയങ്കര അങ്ങനത്തെ ഒരു കാര്യരുമ്പ് പോലെ ഇരിക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതല്ല, അത് പെർഫോം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് വേണം. എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ ഭയങ്കര വില്ലൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്ര പൊക്കേ ഉള്ളൂ. നേരിട്ട് നമ്മൾ കണ്ടപ്പോഴാലോചിക്കുന്നു, ഇതാണോ സിനിമയെ കണ്ട് വാൾപ്പേറ്റൊക്കെ നടത്തുന്ന ഭീകര വില്ലൻ ഇദ്ദേഹമായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ആ സ്ക്രീൻ പ്രസൻസിന് ഓരോ ആക്ടേഴ്സിനുണ്ടല്ലോ. രേവതിയെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പം എനിക്ക് നല്ല പൊക്കമുണ്ട്, ഞാൻ 9th സ്റ്റാൻഡേർഡ് ആണ്, അവള് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഗമ, എനിക്ക് നല്ല പൊക്കമൊക്കെ ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. അവളൊരു ഹിറ്റ് പടത്തിൽ അഭിനയിച്ച് പടം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, മൺവാസൻ എന്ന് പറഞ്ഞ പടം. പക്ഷെ സ്ക്രീനിൽ ഇന്ന് ഒരു അമിതാഭ് ബച്ചൻ്റെ കൂടെ രേവതി അഭിനയിച്ചു, നമ്മൾ അവളെ നോക്കുകയുള്ളൂ. അല്ലാതെ അമിതാഭ് ബച്ചൻ ഇത്ര ഹൈറ്റും ഇതുള്ള ഒരു ഭയങ്കര നായകൻ അഭിനയിക്കുന്നു, ഇത് പിന്നെ ആസ്ഥാനത്തായിപ്പോയി നായികയെന്ന് ഒരിക്കലും തോന്നിപ്പിച്ചില്ലല്ലോ രേവതി. അപ്പോൾ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ് ആർട്ടിസ്റ്റിന് വലിയ കാര്യം. അപ്പം അതുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം. എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ക്രൂരനായിട്ട് അഭിനയിക്കണുണ്ടോ? ദേഷ്യം തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആവില്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞിലേ ഒരു കണ്ണ് തുറന്നപ്പം പോലെ കാണുന്നത് വളരെ വെറൈറ്റി ചെയ്യുന്ന കലാകാരന്മാർ, നാടകവേദിയിൽ ആർട്ടിസ്റ്റുകളെയാണ്. അച്ഛൻ്റെ ആ റിഹേഴ്സൽ ക്യാമ്പാണ്, അതായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങളുടെ വീട്. കാരണം എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടൊന്നും അച്ഛൻ വന്ന് താമസിക്കുകയൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ താമസം അവിടെ ആയിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ വീടെന്നാണ് കുറേ കാലം ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മയുടെ വീടിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ അവിടെ പോകും, സ്കൂളിൽ പോയിട്ട് അവിടെ പോകും, ആഹാരം കഴിക്കും, രാത്രി ഉറങ്ങാൻ അച്ഛൻ്റെ അടുത്ത് വന്നോണം. അപ്പം ചുറ്റിനും കാണുന്നവരെല്ലാം സംഗീതവും സാഹിത്യവും നാടകവും ഒക്കെയാണ്. അപ്പം അതൊരു ഉദാത്തമായ കലയാണെന്നല്ലാതെ ഇതിൽ നായകൻ എന്ന് പറഞ്ഞാൽ ചതുരപടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളും വില്ലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യരുമ്പ്, ഇതൊന്നുമില്ല. വില്ലനായിട്ട് അഭിനയിക്കുന്ന ചില അന്നത്തെ കാലത്തെ മാമന്മാരെയൊക്കെ കാണുമ്പം ഇതാണ് ഈ പടത്തിലെ വില്ലൻ എന്ന് പറയുമ്പോൾ മെലിഞ്ഞൊരു സാധാരണ മനുഷ്യൻ, എനിക്ക് അങ്ങനെയാണ് ആ വില്ലൻ, അയ്യോ പാവം. പക്ഷെ നാടകത്തിൽ അങ്ങോട്ട് വന്ന് അതിൻ്റെ മേക്കപ്പൊക്കെ ഇട്ട് കാണുമ്പോൾ കിടിലൻ ഭയങ്കര ശബ്ദവും കാര്യങ്ങളും ഒക്കെ അല്ലേ. സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ജഗദീഷ് ശ്രീകുമാറിനെ ഞാൻ കാണുന്നത് അച്ഛൻ്റെ നാടക ട്രൂപ്പിൽ അച്ഛൻ അതായത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെയൊക്കെ കളിപ്പിക്കുന്ന തമാശ പറയും, അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ റിയൽ ലൈഫിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അമ്പലങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കൊമേഡിയൻ്റെ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇറിറ്റേറ്റ് ആവുകയും ചെയ്യും, ചിലപ്പോൾ ചീത്ത പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന അദ്ദേഹം അല്ലല്ലോ അത്. അപ്പോൾ സിനിമ കണ്ടിട്ട് ഒരാളിനോട് നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വളരെ സ്നേഹം സൽസ്വഭാവികമായിട്ട് അഭിനയിക്കുന്ന നായകൻ വളരെ സൽസ്വഭാവികമായിരിക്കും എന്നൊക്കെയുള്ള ധാരണയൊന്നും അപ്പം മുതലേ ഇല്ല. ഇല്ല കേട്ടല്ലോ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. രവിചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉർവശി അഭിനയിച്ച മോളെന്ന നിലയിൽ അഭിനയിച്ച സിനിമ ഏതായിരിക്കും പെട്ടെന്ന് പറയാൻ കഴിയും? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം മൂക്കൊലിപ്പിച്ചുകൊണ്ട് വന്നാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറയുന്നത്. കൊച്ചിലെ അതാണ്. ഇപ്പൊ കൊച്ചിലെ മൂക്കൊലിപ്പിച്ചുകൊണ്ടുണ്ടാവും നന്നായിരുന്നു. കാണാൻ വേണ്ടി സമയത്ത് മുതൽ മറ്റേ മൂക്കൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പിട്ടൊരു കൊച്ചുകുട്ടിയുണ്ട്. അത് ലൊക്കേഷനിൽ പോയിട്ട് അതൊന്ന് കലാരഞ്ജനിയുടെ കൂടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ അതായിരുന്നു ഇഷ്ടം. ഇത്രയും വളരണ്ടായിരുന്നു. വളരുന്നോണ്ടാണല്ലോ സിനിമ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കോട്ട ഊരി വെച്ചിട്ട് പോടോന്നൊക്കെ പറയുന്നത്. അന്നായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതാണ് അത് ഉള്ള സ്ഥിതി ഞാൻ പറയാം, എനിക്കൊരു സംശയമില്ല. അതെന്നെ ഞാൻ പറയുന്നത്, അതന്നെ അതും അറിയാം കൃത്യമായിട്ട് എന്താ പറയാന്നറിയാം. അത് കുട്ടേട്ടൻ അങ്ങനല്ലേ ഞാൻ പറഞ്ഞില്ല, നമ്മളൊന്ന് ഷൂട്ടിങ് ചേട്ടനാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് ഈ സിനിമയിൽ. അപ്പം ചേട്ടൻ ആദ്യം എന്നെ വന്ന് പോർട്ടർ കുഞ്ഞാലി എന്ന് പറഞ്ഞ അച്ഛൻ്റെ പിള്ളമാവൻ്റെ ഫേമസ് ഒരു നാടകമുണ്ട്. അതിൽ അച്ഛൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ കുട്ടേട്ടനാണ്. അപ്പോൾ കുട്ടേട്ടൻ ഒറീസയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തൊട്ടിൽ കിടക്കുന്നത് എന്നെ നോക്കിയിട്ട് ദേഹം മുഴുവൻ പൂടെ കൊരകൂട്ടിയുടെ കൂട്ടിരിക്കുന്നു എന്നാണ് ആദ്യം എന്നെ കണ്ടിട്ട് പറഞ്ഞു തന്നു. ഇവിടെ എവിടെ എവിടെ മൊത്തം പുരിയോ ഇതും എല്ലാം കൂടെ ഇട്ട് അയ്യോ ഇതിനെ എനിക്ക് തോന്നണ്ട, കുഞ്ഞാവെ എടുക്ക് കയ്യിൽ വേണ്ട, കൊരകൂട്ടിയുടെ കൂട്ടിരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ അമ്മ എപ്പോഴും പറയും, കുട്ടൻ അവിടെ ഉണ്ട്, പിന്നെ ആദ്യം കൊരകൂട്ടി എന്ന് പറഞ്ഞാൽ അവനാന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യാൻ ന്യൂഡൽഹി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടേട്ടാ ഓർമ്മയുണ്ടോ ചേട്ടാ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം എന്ത് വ്യത്യാസമുണ്ട്,
ഇപ്പോഴും അത് തന്നെ കൊരംകുട്ടിയിൽ വെച്ചത്. അപ്പൊ ഞാൻ അയ്യോ എല്ലാവരുടെയും മുമ്പിൽ ചോദിക്കണ്ട. അവ എന്ന് പറഞ്ഞ പോലെ അന്ന് കണ്ടവർക്കൊക്കെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. കണ്ടവരുടെ ആ സ്നേഹം അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.